നമസ്കാരം, കൃഷ്ണകുമാറാണ്. എനിക്കൊരു സുഹൃത്തുണ്ട്. കഥ എന്നാണ് പേര്. ഒമാൻ്റെ ടീച്ചറാണ്. കഥ ടീച്ചർ ഒരു ദിവസം എനിക്കൊരു ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ ഇതൊന്ന് കാണേ, മജീദിയുടെ ഗോഡ് വിൽ കം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്. ഭയങ്കര രസമാണ്, ഒന്ന് കണ്ടു നോക്കേ എന്ന് പറഞ്ഞു. ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്തു, അത് കണ്ടു. അത് മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം. ഒരു 52 മിനിറ്റ് എന്തോ ഉണ്ടത്. എൻ്റെ ഓർമ്മയാണ് പറയുന്നത്. എൻ്റെ കഥ ഇതാണ്. ഇറാൻ്റെ ഒരു ഉൾഗ്രാമമാണ്. അവിടെ 2 കുട്ടികൾ, അവരുടെ അമ്മയ്ക്ക് ഒരു രോഗം വരുന്നു, വയറുനകത്ത്. അവിടെ പരിമിതമായ സാഹചര്യങ്ങളാണ്, ശ്വസിക്കാനോ ഒന്നും അധികം സൗകര്യമൊന്നുമില്ല. കുട്ടിയുടെ അമ്മയ്ക്ക് ഓരോ ദിവസവും വേദന ഇങ്ങനെ കൂടി വരിക. അമ്മയുടെ വേദന കണ്ടിട്ട്, അമ്മയുടെ സങ്കടം കണ്ടിട്ട് ഈ കുട്ടികൾ വിഷമം സഹിക്കാൻ വയ്യാതെ അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ അന്വേഷിക്കും, എന്താണ് അമ്മയ്ക്ക് എന്നാണ് രോഗം ഭേദമാവുക എന്നൊക്കെ. അപ്പോൾ ഈ കുട്ടികളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ദൈവം നിങ്ങളുടെ അമ്മയെ രക്ഷിക്കുമെന്നാണ്. അങ്ങനെ കുട്ടികളെ ദൈവത്തിന് കത്തെഴുതുക. ദൈവമേ, എൻ്റെ അമ്മയ്ക്ക് വയ്യ, നീ ഒന്ന് വേഗം എൻ്റെ അമ്മയെ സുഖപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു പോസ്റ്റ് ചെയ്യും. ഇത് കുറേ പ്രാവശ്യമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഇറാന്റെ ആ നഗരത്തിൻ്റെ ആ കുട്ടികൾ ഇത് തയ്ക്കുന്ന പോസ്റ്റുകൾ ചെല്ലുന്ന പ്രധാന കേന്ദ്രത്തിൽ ഒരു സ്ത്രീ ഇത് പൊട്ടിച്ച് വായിക്കുകയാണ്. കാരണം എല്ലാ ദിവസങ്ങളിലും, മിക്ക ദിവസങ്ങളിലും ഇങ്ങനൊരു എഴുത്ത് വരുന്നു. ദൈവത്തിന് വന്ന എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കുറച്ച് പൂക്കളുണ്ട്. ഈ സ്ത്രീ ഇത് നിരന്തരം കണ്ടിട്ട് ഇത് പൊട്ടിച്ച് വായിച്ചിട്ട് അന്നേരം കരയാണ്. അപ്പോൾ കൂടെ ഇരിക്കുന്നവരൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പരിഭ്രമിച്ചിട്ട് എവരോട് വന്ന് ചോദിക്കുക, എന്ത് പറ്റി എന്ന്. അപ്പം അവർ നമ്മുടെ സഹപ്രവർത്തകരോട് ആ കുഞ്ഞുങ്ങളുടെ വേദന പറയണം. അവസാനം അവരെല്ലാവരും കൂടി അയാളുടെ അമ്മയെ നഗരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. ഗോഡ് വിൽ കം, ദൈവം വരും എന്നൊരു തലക്കെട്ടോടു കൂടി ആ ഷോർട്ട് ഫിലിം അവസാനിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തോട് ഒത്തുവരികയാണ്. ഇന്ന് ഇവിടെ നിന്നിട്ട് ഒന്ന് പുറകോട്ട് പോവുക, ഒരു 12 വർഷം പിറകിലേക്ക്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2012 ജൂൺ 14 ഉച്ചയ്ക്ക് 2:40 ആ ഒരു ദിവസത്തേക്ക്, ആ ഒരു സമയത്തേക്ക് ഞാൻ ഒന്ന് തിരിച്ചു പോവാം. അന്നാണ് ഗുരുവായൂർ പോയി ഭഗവാൻ കൃഷ്ണനെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കാറ് ആക്സിഡൻ്റായിട്ട് എൻ്റെ അച്ഛൻ അനുജത്തി എൻ്റെ ശരീരം രോഗം വിട്ടു പോകുന്നതാണ്. ഏകദേശം 12-13 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു
ആബ്സെൻസ്, അച്ഛൻ ഇന്നില്ല, അച്ഛൻ്റെ ശരീരം ഇന്നില്ല, എന്നെ അനുസരിച്ച് ദൈവിക ഇന്നില്ല എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഗ്യാരറ്റിയോട് ഒട്ടും പറ്റപ്പെടാതെ മാനസികത വല്ലാതെ തളർന്ന് വല്ലാത്തൊരു വിഷാദത്തിലേക്ക് ഞാനിങ്ങനെ വീണ് കിടന്ന സമയം ഞാൻ പലപ്പോഴും എഴുതിയിട്ടും പഠനത്തും ഒക്കെ ഉള്ളതാണ്. ജീവിക്കണ്ട എന്ന് പോലും തീരുമാനിച്ച നിമിഷങ്ങൾ. ആ സമയത്ത് എൻ്റെ ഫാമിലി എനിക്ക് എന്നൊരു സപ്പോർട്ടുണ്ട്. എൻ്റെ മാമന്മാര്, എൻ്റെ അനുസത്തി, അശ്വതി, അറിയൻ, അങ്ങനെ എൻ്റെ അമ്മൂമ്മമാര് ഒക്കെ തന്നെ എൻ്റെ കൊച്ചന്മാര് ഒക്കെ തന്നെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. അതിൽ 2 പേര് എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റൂ. കാരണം ബാക്കിയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പല പ്രാവശ്യം ഞാൻ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ആദ്യത്താണ് മനീഷാണ്. മനീഷ് ഇപ്പൊ യുഎസിലാണ്. മനീഷ് അന്ന് ബിടെക് കഴിഞ്ഞിരിക്കുന്ന സമയം എൻ്റെ അനുജന അവൻ ആ ദിവസങ്ങളിൽ അവൻ്റെ ഒരു ആസ്യൂസിൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, അതുമായിട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സിനിമ വെച്ചിട്ട് ഇതിൻ്റെ കാണും, എൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അദ്ദേഹം ഒഴിഞ്ഞു മാറും. കാരണം അതിനകത്തേക്കൊന്നും നോക്കാനുള്ള, അതിനകത്തേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു മനസ്സ്, താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവൻ നിർബന്ധിച്ച് അവനതൊക്കെ കഥകൾ പറഞ്ഞ്, എന്നാൽ ഇത് നോക്കിയാൽ ഇത് കണ്ടോ, ഇത് കണ്ടോ, അത് ഇങ്ങനാണ് എന്ന് പറഞ്ഞ് ഞാൻ പതിയെ സിനിമ കണ്ടു തുടങ്ങി. പിന്നീട് ആരോടോ വാശി തീർക്കുന്ന പോലെ ഞാൻ സിനിമകൾ കണ്ടുകൊണ്ടിരുന്നത്. 2012 തൊട്ട് 2016 വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകപ്പാടെ ചെയ്തു എന്ന് പറഞ്ഞത് കണ്ട കുറേ സിനിമകൾ മാത്രമാണ്. കുറേ സിനിമകൾ കണ്ടു എന്നത് മാത്രമാണ്. അവൻ്റെ ഒരു സാന്നിധ്യം, അന്ന് കണ്ട സിനിമകള് എനിക്ക് തന്നെ ഒരു ആശ്വാസം ഒട്ടും ചെറുതാണ്. ഇന്ന് ജീവിതത്തിൽ പുതിയ ചില അർത്ഥങ്ങൾ, ജീവിതം മീനിങ് ഫുൾ ആണ് എന്ന് തോന്നുന്ന തരത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടവരൊരാള് മനീഷാണ്. ദൈവം എൻ്റെ അരികിലേക്ക് വന്നതുപോലെ. രണ്ടാമത്തെ ആള് ബിഷുവാണ്. ഞാൻ ഐസിയുവില് കിടന്ന ആ ദിവസം തൊട്ട് ആക്സിഡൻ്റായി വീട്ടിൽ വന്നു. ഒരു 60-65 ദിവസം അവൻ എല്ലാം വിട്ട് അവൻ്റെ ജോലി, അവൻ്റെ വരുമാനം, അവൻ്റെ അമ്മ, അവൻ്റെ കുടുംബം എല്ലാം വിട്ട് അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ അവൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പല ദിവസങ്ങൾ അവൻ ഉറങ്ങിയിട്ടില്ല. കാരണം എൻ്റെ ശരീരത്തിൻ്റെ വേദന അത്ര വരണം. അമ്മയ്ക്ക് എന്നെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അമ്മയ്ക്ക് ഹെഡ് ഇഞ്ചുറി പറ്റിയ അമ്മ തൊട്ടപ്പുറത്തെ ബെഡിൽ, തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ പോലും അമ്മ മാനസികമായും ശാരീരികമായും അല്ലാതെ തകർന്ന അവസ്ഥയിലായിരുന്നു. പല ദിവസങ്ങളിലും ബിജു ഉറങ്ങാതെ ഒരമ്മ മകനെ നോക്കുന്നത് പോലെ എന്നെ നോക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യർ ചെയ്യാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്ത് നിന്ന് അവൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ദൈവം അരികിലേക്ക് വരും. ഞാന് ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ദിവസമാണ് എൻ്റെ കാറ് ആക്സിഡൻ്റ് ആകുന്നത്.
എൻ്റെ വണ്ടിയുടെ മേലെ ടിപ്പർ വന്നിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ശപിച്ചിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണനെ, നീ എന്തിനാണ് കണ്ണ എന്നോട് ഇത് ചെയ്തത് എന്നൊക്കെ നിലവിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ കർമ്മേകവർണ്ണൻ ഇങ്ങനെ ചില മനുഷ്യന്മാരുടെ രൂപത്തിൽ എന്നെ തരുകാനായി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ നിമിഷം ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ വീഡിയോ വൈൻഡ് ഓഫ് ചെയ്യാണ്. നമ്മളൊന്ന് തകർന്നു പോകുന്ന സമയത്ത്, ആരും ഇല്ലാതായി പോകുന്ന സമയത്ത് ചില രൂപത്തിൽ ഭഗവാൻ ഈശ്വരൻ നമ്മൾ പല പേരുകളിട്ട് വിളിക്കുന്ന ആ പരമ ചൈതന്യം നമ്മളോടൊപ്പം ഉണ്ടാകും. God will come. Thank you.